ഹായ് ഗായ്സ്, നമുക്കിന്ന് കൊടൈക്കനാൽ പോയി വന്നാലോ? ആക്ച്വലി ഏറെക്കുറെ എല്ലാവരും കൊടൈക്കനാലൊക്കെ പോയി കണ്ടതാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം ഞാൻ കൊടൈക്കനാൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഊട്ടിക്കൊക്കെ പോയിട്ടുണ്ട്, ഊട്ടിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കൊടൈക്കനാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ആൻഡ് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ കോളേജിൽ നിന്ന് ഫൈനൽ ഇയർ ആയത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു IV പ്ലാൻ ചെയ്തു. And this is the first day experience, guys. അടിപൊളിയായിരുന്നു. വണ്ടിയിൽ ഫുൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ട ക്ഷമയ്ക്കൊടുവിൽ ഞങ്ങൾ കൊടൈക്കനാലെത്തി. സ്റ്റാർട്ടിങ്ങിൽ നല്ല തണുപ്പായിരുന്നു. അവിടത്തേക്കുള്ള എൻട്രി തന്നെ ഫുള്ള് മരങ്ങൾ വെച്ചിട്ടായിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി എന്തായിരിക്കും നെക്സ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമായിരുന്നു അവിടുത്തെ വീടുകളൊക്കെ. ഇതാണ് ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി എടുത്ത റൂം. അടിപൊളി റൂമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മിസ്സിൻ്റെ മോൻ. ആള് നല്ല ആക്റ്റീവായിരുന്നു. നല്ല ടേസ്റ്റ് ഇല്ലേ ഗൈസ്? ആപ്പിള് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതാണല്ലേ ഞങ്ങൾ പിന്നെ കയറി എല്ലാവരും ഒന്ന് ഫ്രഷായി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇതാണ് ഹസ്ന കുച്ച്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സൂയിസൈഡ് പോയിന്റിലേക്കായിരുന്നു. വയനാട്ടുകാരായിട്ട് പോലും നമുക്കിത് കണ്ടിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത്ര അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അവിടെ സാധനത്തിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പില്ലർ റോക്കിലേക്കായിരുന്നു പോയിരുന്നത്. അതും ഇതേപോലെ തന്നെ ഫുള്ള് കോടമഞ്ഞൊക്കെ ആയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അടിപൊളി സ്പോട്ടായിരുന്നു. ഇവിടെ പിന്നെ കുറച്ചുകൂടി ഫോട്ടോഗ്രാഫിക്കായിട്ട് ആനകളൊക്കെ ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഗുണ കേവിലോട്ടാണ്. ഞങ്ങൾ സുഭാഷിനെ പറഞ്ഞു പോകും. ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ഗുണ കേവിൽ. ആൾക്കാർ മീൻസ് ഫുൾ ഓഫ് ആൾക്കാരായിരുന്നു. ആൾക്കാർ ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഗുണ കേവിൻ്റെ ഒരു അവസ്ഥയാണ്. പരിതാപകരം പരിതാപകരം. ഗായ്സ്, നമ്മളെ സുഭാഷ് വീണ സ്ഥലമാണ്. നമ്മൾ കുറെ വിളിച്ചു നോക്കി കേൾക്കുന്നില്ല. അപ്പോഴാണ് അറിഞ്ഞത് കുട്ടേട്ടൻ വന്ന് രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഗായ്സ്, അതിശക്തമായ കോടയും ഒക്കെയാണ് ഇവിടെ. എല്ലാവരും ഉണ്ട്. ബൈ ഗായ്സ്. ഇത് ഷിനിത്തിന്റെ മാസ് എൻട്രി ആണ് ഗായ്സ്. അവിടുത്തെ വെതറാണെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ മഞ്ഞേ ഉണ്ടായിരുന്നില്ല. പിന്നെ ആകുമ്പോഴത്തേനും ഈ ഒരു ലെവലിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഫിറ്റ് തുടങ്ങി ഗൈസ്. കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്തു. അവസാനം ഞങ്ങൾക്ക് എന്തെല്ലാമൊക്കെയോ കിട്ടി. ഞങ്ങൾ പിന്നെ അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് അനീന ഫത്തിയും ഹസ്ന കൊച്ചും. നാലുപേർക്കൊന്നും കൂടെ ഈ കുരങ്ങന്റെ കയ്യിലിരിക്കുന്നത് ഞങ്ങളുടെ മിഠായി ആണ്. ഇപ്പൊ പഠിപ്പിച്ചെടുക്കേണ്ടി വരും. സംഭവം സ്റ്റിക്കാണ്. ഇങ്ങനെ മറ്റേ സാധനം വരില്ല ഊതുമ്പോ. എന്നെ സ്നിതിനെയും കൂട്ടാണ്ട് ഇവർ മിഠായി എന്നതാ.
അത് കുരങ്ങും കൊണ്ടുപോയി. അങ്ങനെ മിഠായി ഒക്കെ കുരങ്ങിനൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റ് കാണാൻ പോയി. ഗൈസ് ഇപ്പോൾ 3 മണിയാവാനായി, വൈകുന്നേരം 3 മണിയാവാനായി. കൊടൈക്കനാലത്തെ കോടയാണത്. നമ്മളിങ്ങനെ കോടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. എന്താ വൈകുന്നേരമാണ് ഗൈസ്. വാട്ടേക്കോട ഉച്ചന്റെ സമയം. രാവിലെ എന്തായാലും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നെക്സ്റ്റ് റീൽസ് എടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് ട്രൈ സെറ്റായില്ല ഗായ്സ്, സെക്കൻഡ് ട്രൈ ആണ് കോമഡി ആയി വന്നത്. പിന്നെ എല്ലാവരും കുറെ കഷ്ടപ്പെട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലേക്കായി. എല്ലാവരും കഷ്ടപ്പെട്ട് ഓടാൻ നേരത്ത് അവസാനം ഷിനിത്ത് മാത്രം അവിടെ ഹസ്നയുടെ കൈയും വിട്ട് നോക്കി നിന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എടുക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ വീഡിയോ എടുത്തു, അതും ഫ്ലോപ്പായി ഗായ്സ്. ഷിന്തു അൻഷി ഒന്നിച്ചു കയറിപ്പോയി. അഭിനയിക്കാൻ എനിക്ക് അറിയുള്ളൂ, അതുകൊണ്ട് ഇവരെന്നോട് തന്നെ അഭിനയിക്കാൻ പറയാം. ഞാൻ തകർത്ത് അഭിനയിക്കാണ്, എന്നത് വിളിച്ചിങ്ങനെ കൊണ്ടുപോവാണ്. കുതിര വന്നു, കുതിരനെ കണ്ടോ? ഗായ്സ് ഇതാണ് അസ്ന. അസ്നയാണ് മെയിൻ. അസ്നയാണ് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ആൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തു ഗായ്സ്. ഇത് പിന്നെയും ഫ്ലോപ്പായി. നെവർ ഗിവ് അപ്പ് ഗായ്സ്. വീണ്ടും ഞങ്ങൾ ട്രൈ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ആ വലിയ സത്യം മനസ്സിലായി, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റൂല. ഞങ്ങളങ്ങനെ റീൽസിന് വേണ്ടി കുറേ ഷോർട്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു ഗായ്സ്. കുതിരയൊക്കെ കണ്ടു, ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ മെയിനായിട്ട് റീൽസ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഷോട്ടുകളായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ മൊയർ പോയിന്റിലേക്കായിരുന്നു പോയിരുന്നത്. അതും ഒരു അടിപൊളി സ്പോട്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പം ഞങ്ങൾ കയ്യിൽ സ്പീക്കർ ഉണ്ടായിരുന്നു. സ്പീക്കറിൽ പാട്ട് വെച്ച് കേട്ടപ്പോഴത്തേനും അവിടുത്തെ ഗൈഡ്സ് വന്നിട്ട് നല്ല ചൂടായി. ഐ തിങ്ക് അവിടേക്കൊക്കെ നമ്മൾ മ്യൂസിക് ഒരു ലിമിറ്റേഷനിൽ കൂടുതൽ വോളിയം വെക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ പോയി കഴിച്ചു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. ബ്രൈൻ പാർക്കിലേക്കായിരുന്നു പോയിരുന്നത്. അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പാർക്കും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള. ശരിക്കും കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്, പക്ഷേ ഞങ്ങളും കയറി കളിച്ചു. ഇതാണ് ഗായ്സ് ഷെറി. ഷെറി എന്ന് വെച്ചാൽ ക്യൂട്ട്നെസ്, അതാണ് അവളുടെ മെയിൻ. അങ്ങനെ അൻഷി ഊഞ്ഞാലിൽ കയറി. പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആ ഊഞ്ഞാലിൽ തന്നെയായിരുന്നു. പാർക്കിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കോക്കേഴ്സ് വാക്കിലായിരുന്നു. അതും അടിപൊളി സ്പോട്ടാണ്. ഞങ്ങൾ മിഠായൊക്കെ മേടിച്ച് കഴിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ദൂരം നടന്നു. ഇത് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ്. പിന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കിടക്കുക, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഞങ്ങൾ നേരെ ഇന്നത്തെ സ്പോട്ടുകളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ റൂമിലോട്ട് പോയി. റൂമെന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു, കാരണം കിച്ചൺ അറ്റാച്ച്ഡൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. റൂമെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള റൂമായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു പ്ലേസിൽ തന്നെയായിരുന്നു. സെക്കൻഡ് ഫ്ലോറിൽ പോയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. ഫുള്ള് മലകളും ഈ സ്കൈ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒന്ന് ഫ്രഷായി, എന്നിട്ട് ക്യാമ്പ് ഫയറിലേക്ക് പോയി. ഞങ്ങൾ പാട്ട് കേട്ട് ആസ്വദിക്കുന്നവരാണ് സുഹൃത്തുക്കളെ.
ഇവരുടെ പാക്കേജ് ആയിരുന്നു എടുത്തിരുന്നത്. ഗോമസ് എന്നായിരുന്നു അവരുടെ പേര്. നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവർ പെരുമാറിയത്. കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പാടത്തെ അയ്യോ അങ്ങനെ ഞങ്ങൾ നൈറ്റിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ചില്ലായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കളിച്ചു. ഇതാണ് ഗൈസ് ലാഫയാണ് മെയിൻ. കുറേ സ്റ്റെപ്പ് കൈ നിറക്കുക, ഫുള്ള് ചില്ല്. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി പിന്നെ ഫുള്ള് നെക്സ്റ്റ് റീലിലേക്കായി. ഞങ്ങൾ ലൈല ലൈല പാട്ട് വെച്ച് ഫുള്ള് എക്സ്പ്രഷനൊക്കെ ഇടലായിരുന്നു പണി. ഫസ്റ്റ് ഞങ്ങൾ 2 പേരായി, പിന്നെ 3 പേരായി, ലാസ്റ്റ് എല്ലാവരും ആയി. അങ്ങനെ ഞങ്ങൾ ചില്ലായി കുറച്ച് നേരം റീൽസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വാതില് തുളച്ച് പുറത്തേക്ക് ഇറങ്ങിയത് കാണാണ്ട് പോന്നാണ്. ഇവര് കള്ളന്മാര് പുറത്തിറങ്ങാൻ വേണ്ടാണ്ട് ഞാൻ കള്ളത്തിയല്ല ഗൈസ്, പിടിച്ചോണ്ട് പോക്കാന്ന് പറഞ്ഞു. ഗൈസ് ഇവിടെ കാട്ടിപ്പോത്തുണ്ടായതുകൊണ്ട് ഞങ്ങളോട് പുറത്ത് പോയത് പറഞ്ഞതാണ്. പക്ഷേ കാട്ടിപ്പോത്തൊക്കെ നായ്ക്കട്ടി സുലഭമാണ് ഗൈസ്. നായ്ക്കട്ടി കാട്ടുപോത്തൊക്കെ സുലഭമാണ്. കടുവ 2 പ്രാവശ്യം മുന്നിൽ കൂടെ പോയി. അഞ്ജല അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗായ്സ്. കുറച്ച് ദൂരമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞ് ഇറങ്ങിയത്. ഞങ്ങളങ്ങനെ കുറേ ദൂരം പോയിട്ട് തിരിച്ചു വന്നു ഗായ്സ്. തിരിച്ച് കയറാൻ സക്സസ്ഫുള്ളി കാട്ടുപോത്ത് കുത്തിയില്ല. ഞാനാണ് കൂട്ടണ്ട ഗൈസ്, എനിക്ക് കൂട്ടാൻ അറിയില്ല. അപ്പോൾ ഗായ്സ് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരും. ബൈ ബൈ.